കഴിഞ്ഞ വർഷം ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന സിനിമയുടെ ലൈവ് ആക്ഷൻ വേർഷൻ ഇറങ്ങിയപ്പോൾ അത് ആനിമേഷൻ വേർഷന്റെ സീൻ ബൈ സീൻ കോപ്പി പോലെ ഉണ്ടാക്കാനായിരുന്നില്ല അവർ ശ്രമിച്ചത്. കുറച്ചുകൂടി ന്യൂആൻസസുകൾ ആഡ് ചെയ്തുകൊണ്ട് ഒരല്പം കൂടി മെച്യൂറായ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ആ പടത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ. ഒരേ കഥ അതേപോലെ വീണ്ടും കാണുക എന്ന് പറയുന്നതിന് മുകളിലായിട്ട് ഒരു എക്സ്പീരിയൻസ് ആ സിനിമ തന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇതുപോലെ ലൈവ് ആക്ഷൻ ആക്കിയിട്ടുള്ള മൊവാന കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ഒരു ചോദ്യം, ഇത് ഈ അടുത്ത് വന്ന സിനിമയല്ലേ, ഈ കഥ വീണ്ടും പറയാനുള്ളൊരു പഴക്കമൊക്കെ ഇതിന് വന്നോ എന്നായിരിക്കും. ആദ്യം 2025 ജൂണിൽ ഇറക്കാൻ തീരുമാനിച്ച സിനിമ കുറച്ച് പഴക്കം കിട്ടാൻ വേണ്ടി ഒരു കൊല്ലം പുറകോട്ട് ചവിട്ടിയിട്ടും കുറച്ച് ധൃതി പിടിച്ച് വന്നതുപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. കഥയും കഥാസന്ദർഭങ്ങളും ആനിമേഷൻ സിനിമയുടെ അതേ കാര്യം തന്നെ ആയതുകൊണ്ട് മോശം സിനിമ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആനിമേഷൻ സിനിമയുടെ വൈബ്രൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കഥയ്ക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണ്. അത് വളരെ കുറവായിട്ടുള്ള ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ ഹൗസിനും കാണാൻ വന്ന ഓഡിയൻസിനും ഒരു അനാവശ്യ ചെലവ് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്.